ഓർത്തുകൊണ്ട് പ്രൈസലോ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരുന്നതാണ് മാനസാന്തരം. മാനസാന്തരത്തിന്റെ നിർവചനം അതാണ്, മനസ്സിന്റെ മാനസാന്തരം. പ്രൈസലോ, പ്രൈസലോ, ഹല്ലേലൂയ. രക്ഷിക്കപ്പെടുക, മറ്റൊരുത്തിന് രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഒരൊറ്റ നാമം മാത്രമേ ഉള്ളൂ, അത് യേശുക്രിസ്തുവിന്റെ നാമം മാത്രമാണ്. ഒട്ടനവധി പ്രവാചകന്മാരും ഒട്ടനവധി നേതാക്കന്മാരും ഒട്ടനവധി രക്ഷകന്മാരും ഒട്ടനവധി ചരിത്ര പുരുഷന്മാരും ഉണ്ടെങ്കിലും രക്ഷയ്ക്ക്, പാപത്തിന് പരിഹാരത്തിന് ഒരൊറ്റ രക്ഷകൻ മാത്രമേ ഉള്ളൂ, അത് നസ്രയനായ യേശുക്രിസ്തു മാത്രമാണ്. പ്രബുദ്ധ ജനത തിരിച്ചറിയേണ്ട കാര്യം, രാഷ്ട്രീയ ജനത തിരിച്ചറിയേണ്ട കാര്യം, പിന്നെ ആമേ സ്തോത്രം ഹല്ലേലൂയ, വിദ്യാസമ്പന്നതയുള്ള ജനത തിരിച്ചറിയേണ്ട കാര്യം, അക്ഷരാഭ്യാസത്തിന്റെ നെറുകയിൽ എത്തി നിൽക്കുന്ന കേരള ജനത തിരിച്ചറിയേണ്ട കാര്യം, ഭിന്നമത രാഷ്ട്രീയ സംസ്കാരങ്ങളുള്ള നമ്മുടെ ആർഷഭാരതം തിരിച്ചറിയേണ്ട കാര്യം എന്താണെന്നറിയാമോ? രക്ഷ ഒരുവനിലൂടെ മാത്രമാണ്, അത് നസ്രായനായ യേശുക്രിസ്തുവിലൂടെ മാത്രമാണ്. ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് പുറകിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് നമുക്ക് വേണ്ടി പ്രൈസ് ദി ലോർഡ്, ആകാശത്തിനും ഭൂമിക്കും മധ്യേ യെരൂശലേമിന്റെ പച്ചമണ്ണിൽ 2 കള്ളന്മാരുടെ നടുവിൽ നസ്രായനായ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു. യേശുക്രിസ്തു നമുക്ക് വേണ്ടിയാണ് മരിച്ചത്. പ്രിയപ്പെട്ടവരെ, മരിച്ച് അടക്കപ്പെട്ട് അവിടെ കൊണ്ട് തീർന്നില്ല, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. റോമൻ ഗവൺമെന്റിന്റെ ഇമ്പീരിയൻ മുദ്രയെ പതിപ്പിച്ച് ആ മുദ്രയെ പൊട്ടിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്. ഉയർത്തെഴുന്നേറ്റതിന് ശേഷം 40 ദിവസത്തോളം 10 പ്രാവശ്യം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും അതിനുശേഷം 500-ലധികം സഹോദരന്മാരുടെ നടുവിൽ വെച്ച് സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലത്ത് ഭാഗത്തേക്ക് പ്രവേശിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇനി ഹല്ലേലൂയ, കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവാസന്നമാണ്. ഇപ്പോൾ കർത്താവ് ചെയ്യുന്ന കാര്യം എന്താണെന്നറിയാമോ? പിതാവിന്റെ വലത് ഭാഗത്ത് നമുക്ക് വേണ്ടി മഹാപുരോഹിതനായി പക്ഷപാതം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അധികം താമസിക്കാതെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് ആസന്നമായിരിക്കുകയാണ്. ഉച്ച കഴിഞ്ഞ് ഈ 3 മണി കഴിഞ്ഞ സമയം പാപം ഏറ്റുപറഞ്ഞ് മടങ്ങി വരിക. യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ഏവനും രക്ഷയുണ്ട് കേട്ടോ.